ഈ റോഡിൽ മര്യാദ പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് പോകുമെന്നുള്ള കാര്യം അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് ചിലരെയൊക്കെ. കഴിഞ്ഞ വർഷം 10,000-ലധികം പേരുടെ ലൈസൻസ് ആണ് റദ്ദാക്കിയിട്ടുള്ളത്. മദ്യപിച്ച വാഹനം ഓടിച്ച് ലൈസൻസ് പോയത് 3,000-ലധികം പേർക്കാണ്. മറ്റ് ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങളിൽ 4,000-ലധികം പേർക്കും ലൈസൻസ് നഷ്ടമായി. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, കണക്കുകൾ കേൾക്കുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവമായി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ വളയം പിടിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ വാഹനത്തിന്റെ ഉടമകൾക്കോ ഒന്നും എന്തോ ചിലത് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലേ? എത്ര അപകടങ്ങൾ കണ്ടാലും എത്ര ലൈസൻസ് നഷ്ടമായാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അല്ലേ? റോഷ്നി, കഴിഞ്ഞ വർഷം ആദ്യം മുതൽ, അതായത് ജനുവരി മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള 9 മാസക്കാലത്തെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ എത്തിയതിനു ശേഷം തന്നെ നിയമം ലംഘനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈൻ അടക്കമുള്ളവ ഈടാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോയത്. അതിന്റെ തെളിവാണ് ഈ ലൈസൻസ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ. കാരണം ഏകദേശം 9,051 പേരുടെ ലൈസൻസ് ആണ് ഈ കഴിഞ്ഞ കാലയളവുകളിൽ സംസ്ഥാനത്ത് റദ്ദ് ചെയ്യപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ നിയമലംഘനം നടത്തിയത് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളതാണ്. ഏകദേശം 3,305 പേരുടെ അങ്ങനെ ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം തലസ്ഥാന നഗരത്തിലാണ് ഏറ്റവും അധികം വരുന്ന കേസുകൾ ഇതിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനപ്പുറം മറ്റ് നിയമലംഘനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് തന്നെ 4,884 പേരുടെ ലൈസൻസ് ആണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ മരണകാരണമായിട്ടുള്ള വാഹനങ്ങൾ ഓടിച്ച് തന്നെ 558 പേരുടെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ദിനംപ്രതി വാഹനങ്ങൾ കൂട്ടിമുട്ടുന്നതിനപ്പുറം തന്നെ പലരും ഈ വാഹന അപകടങ്ങൾ കാരണം മരണപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ എന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലാണ് കഴിഞ്ഞ 9 മാസ കാലയളവ്, അതായത് കഴിഞ്ഞ വർഷമാണ് ഇത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ തന്നെ 558 പേരാണ് അങ്ങനെ പലരുടെയും മരണത്തിന് കാരണമായ ഈ വാഹനം ഓടിച്ചിരുന്നവരുടെ 558 പേരുടെ ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ അമിത വേഗതയും ഒരു കാരണമായി കണ്ടിട്ടുണ്ട്. 155 പേരുടെ ലൈസൻസ് അമിത വേഗത കാരണം ഈ ഒരു കാലയളവിൽ എന്തായാലും റദ്ദ് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈസൻസ്. മറ്റൊന്ന്, ഈ അമിത ഭാരം കയറ്റി വരുന്ന ഈ ഗുഡ്സ് വാഹനങ്ങൾ, അങ്ങനെയുള്ള കേസുകൾ ഏകദേശം 59 പേരുടെ 59 ഡ്രൈവർമാരുടെ ലൈസൻസ് ആണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഡ്രൈവിംഗ് ഏറ്റവും നമ്മൾ എക്കാലവും പരിശോധിക്കുമ്പോൾ ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്, വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നുള്ളത്. അങ്ങനെയും ചില നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 90 പേരാണ് ഈ വാഹനം ഓടിക്കുന്നതിനിടയിൽ 90 പേരാണ് അങ്ങനെ ഈ നിയമക്കുരുക്കിൽപ്പെട്ടത്. എന്തായാലും അവരുടെ ലൈസൻസും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ളവ രംഗത്തെത്തിയപ്പോൾ തന്നെ ഈ ഒരു കർശനമായിട്ടുള്ള നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ കെൽട്രോൺ ഈ കിടന്നിരുന്ന കുടിശ്ശിക ഇപ്പോൾ കരാർ കമ്പനിക്ക് കൊടുത്തതിന് പ്രകാരം തന്നെ AI ക്യാമറകളൊക്കെയും ഇപ്പോൾ കൺതുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഈ സമയം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് 10,000-ലധികം വരുന്ന കേസുകൾ ഇനി എന്തായാലും റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും കഴിഞ്ഞ വർഷത്തെ 9 മാസ കാലയളവിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ റോഷ്നി പുറത്തു വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ സോളമൻ വിശദീകരിച്ചത്. 10,000-ലധികം തരത്തിലാണ് ആ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലരും പല രാഷ്ട്രീയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുന്നു.